അമൃതവ്യഞ്ജനമായ ജാതിക്ക നിരവധി ഔഷധ ഗുണങ്ങളുടെയും ആരോഗ്യ ഗുണങ്ങളുടെയും കലവറയാണ്. ജാതിക്കയുടെ സ്വദേശം ഇന്തോനേഷ്യ ആണെങ്കിലും ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിൽ ഇത് ആദായകരമായി കൃഷി ചെയ്യുന്നുണ്ട്. ജാതിക്കയും ജാതിപത്രിയുമാണ് ജാതി മരത്തിൽ ലഭിക്കുന്ന ആദായകരമായ ഭാഗങ്ങൾ. എന്നാൽ നാം ഉപേക്ഷിച്ചു കളയുന്ന ജാതിക്കണ്ണിൽ നിന്നും എങ്ങനെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചെടുക്കാമെന്നാണ് ഞങ്ങൾ ഇന്ന് ചെയ്യുന്നത്. നിരവധി ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിരിക്കുന്ന ജാതിക്കയിൽ നിരവധി അന്നജം, മാംസം, കൊഴുപ്പ്, ഭക്ഷ്യനാരുകളവയും വിറ്റാമിൻ എ, സി, റൈബോഫ്ലോമിൻ, പിരിഡോക്സിൻ, ഫോളേറ്റ്, തയാമിൻ എന്നിവയും സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, കോപ്പർ, അയൺ, മഗ്നീഷ്യം, സിങ്ക് എന്നീ ധാതുക്കളും ഫൈറ്റോന്യൂട്രിയന്റുകളും അടങ്ങിയിരിക്കുന്നു. ജാതിക്കയിൽ അടങ്ങിയിരിക്കുന്ന ആരോഗ്യകരമായ ഓയിലായ യൂജനം ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുമാണ്. ഇത് വീക്കം മൂലമുള്ള വേദന കുറയ്ക്കുവാൻ സഹായിക്കുന്നു. ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് ജാതിക്കാപ്പൊടി ചേർത്ത പാല് കുടിക്കുന്നത് നല്ല ഉറക്കം ലഭിക്കുവാനും സ്ട്രെസ് കുറയ്ക്കുവാനും മനസ്സിനെ ശാന്തമാക്കുവാനും സഹായിക്കുന്നു. നാരുകൾ അടങ്ങിയിരിക്കുന്ന ജാതിക്ക ദഹന പ്രശ്നങ്ങൾക്ക് ഉത്തമ പരിഹാരമാണ്. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുവാനും പ്രമേഹമുള്ളവരുണ്ടാവുന്ന കടുത്ത വേദന കുറയ്ക്കുവാനും ഇതിന് കഴിവുണ്ട്. ക്യാൻസറിനെ പ്രതിരോധിക്കുവാനും കോളൻ ക്യാൻസറിനെ തടയുവാനും ജാതിക്കയ്ക്ക് കഴിയുമെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. ആന്റി ബാക്ടീരിയൽ, ആന്റി ഫംഗൽ തുടങ്ങിയ ഗുണങ്ങളുള്ള ജാതിക്ക മുഖക്കുരു അകറ്റുവാനും സഹായിക്കുന്നു. ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളുള്ള ജാതിക്ക വായിലെ അണുബാധയ്ക്ക് കാരണമാകുന്ന സ്പെട്രോകോക്കസ് പോലുള്ള രോഗാണുക്കളോട് പൊരുതി ദന്തപ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്നു. സെറോട്ടോണിൻ എന്ന ഹോർമോണിന്റെ ഉൽപാദനം കൂട്ടുന്നതിലൂടെ വിഷാദലക്ഷണങ്ങളെ അകറ്റുകയും തലച്ചോറിനെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു. വളരെയേറെ ആരോഗ്യ ഗുണങ്ങളും പോഷക ഗുണങ്ങളും അടങ്ങിയ ജാതിക്കയുടെ ജാതിപത്രിയും കായുമാണ് നാം ആദായകരമായ വരുമാനം ഉണ്ടാക്കുന്നതിനായി ഉപയോഗിക്കുന്നത്. എന്നാൽ ഇതിന്റെ തൊണ്ട് പാഴ്വസ്തുവായി വലിച്ചെറിയുന്നു. അതഴുകുമ്പോൾ മണ്ണിന്റെ അസിഡിറ്റിക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഇതിനൊരു പരിഹാരം എന്ന നിലയ്ക്ക് ഇതിൽ നിന്നും എങ്ങനെ മൂല്യവർദ്ധിത വസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാം എന്നതിനെക്കുറിച്ചാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത്. റബ്ബർ പോലുള്ള നാണ്യവിളികളുടെ മൂല്യം കുറഞ്ഞതോടുകൂടി ആദായകരമായ വരുമാന മാർഗം എന്ന നിലയിൽ ഇപ്പോൾ കൂടുതൽ കർഷകരും ജാതി കൃഷിയിലേക്ക് മാറിയിട്ടുണ്ട്. പരിപാലന ചെലവും കായികാധ്വാനവും കുറവാണെന്നത് പലരെയും ഈ കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കാഴ്ച തുടങ്ങിയ ജാതിയിൽ നിന്നും വർഷം മുഴുവൻ ആദായം ലഭിക്കുന്നുവെന്നതും ഇതിന്റെ മേന്മയാണ്. എല്ലാ കർഷകരും ജാതിത്തൊണ്ടും ജാതിക്കായും ആത്മീയം ചെയ്ത ശേഷം ജാതിത്തൊണ്ട് പാഴാക്കി കളയുകയാണ്. ഇതിനൊരു പരിഹാരം എന്ന നിലയ്ക്കാണ് ജാതിത്തൊണ്ടിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചെടുക്കാമെന്ന് ഞാൻ തീരുമാനിച്ചത്. ജാതിത്തൊണ്ടിൽ നിന്നും ഞങ്ങൾ ഉൽപ്പാദിപ്പിച്ചെടുത്ത മൂല്യവർദ്ധിത വസ്തുക്കളാണ് ജാതിക്കായ ജ്യൂസ്, വൈൻ, സ്ക്വാഷ്, ജാം എന്നിവയൊക്കെ.